നമ്മുടെ ജോസൂട്ടിയുടെ പേര് ജാക്ക് എന്നാവേണ്ടതായിരുന്നു. അതെന്താടാ? അല്ല, ജാക്കും റോസും. ഓ, ടൈറ്റാനിക്. ഈ ടൈറ്റാനിക് മുങ്ങോ? ഇല്ല, ഈ ടൈറ്റാനിക് മുങ്ങിയല്ല. Every night in my dreams I see you. എന്താണെന്ന് അറിയില്ല, നമ്മുടെ ജോസൂട്ടിക്ക് ഈയിടെയായി തീരെ വിശപ്പില്ല. അത് അങ്ങനെയാടി, ഈ വർഷത്തെ നമ്മുടെ സ്കൂളിന്റെ റാങ്ക് പ്രതീക്ഷയാ. ഇങ്ങനെ പോയ എന്താവോ എന്തോ. മോനെ ജോസൂട്ടി, എന്ത് വന്നാലും ശരീരം നോക്കണം, ആദ്യം ചോറുണ്ണു. ഹലോ, എന്താടാ ഷമീറെ, ഇന്ന് വൈകിട്ട് കമ്മിറ്റിയോ? ഇതൊക്കെ നേരത്തെ അറിയിക്കണം. ഈ സമയത്തൊന്നും വിളിച്ചു പറഞ്ഞാൽ ഞാൻ വരില്ല. ആരാടാ ജോസേ? അത് ഞങ്ങളുടെ ക്ലബിന്റെ സെക്രട്ടറി ഷമീറാടാ. ഇന്ന് വൈകിട്ട് കമ്മിറ്റി ഉണ്ടെന്ന്. വാർഷികാഘോഷത്തെ പറ്റി എന്തോ സംസാരിക്കാനാ. എനിക്ക് പകരം സെക്രട്ടറി ആവനാവൻ. വാർഷികാഘോഷം വരട്ടെ, പൊളിച്ചടിക്ക് കൈ കൊടുക്കും ഞാൻ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ ഒരു കാര്യം, നീയൊക്കെ രാഷ്ട്രീയത്തിൽ വരണം മോനെ. വന്ന നാളെ MLA മന്ത്രിയാകില്ലെന്ന് ആര് കണ്ടു? നിന്റെ വാപ്പച്ചീന്റെ ഭാഷയെ പറഞ്ഞ സമർത്ഥൻ. പോണവരെ പറ്റി. ശരിയെന്നാ. ജോസൂട്ടി, താങ്ക് യുടാ. എന്തിന്? എന്റെ റെക്കോർഡ് വരച്ചെന്നതിന്. ഓ, അതിന് താങ്ക്സ് മാത്രം പോരാ. പിന്നെ ഇത് എത്ര വർഷമായി? നിന്റെ നോട്ട് റെക്കോർഡ് എഴുതലാണല്ലോ എന്റെ പണി. അത് പിന്നെ അങ്ങനെയല്ലേടാ വേണ്ടേ. ഇതിനെല്ലാം ചേർത്ത് നിന്റെ അപ്പ എത്ര രൂപ സ്ത്രീധനം തന്ന എനിക്ക് മുതലാകും? അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ അപ്പ കണക്ക് തീർക്കണം. അതിന് എന്റെ കയ്യിൽ എവിടുന്നാടാ കാശ്? കാശ് ആരാ ചോദിച്ചേ? പിന്നെ അയ്യടാ, ഇനി വാ. വാ കഞ്ഞി പയറ് പോ, കഞ്ഞി പയറ് പോ, കഞ്ഞി. ചേട്ടാ, ഇച്ചിരി പേരൂടെ. ആ കൊച്ചിന് ആവശ്യമുള്ള കൊടുക്കടാ. എന്റെ പൊന്നു ചേട്ടാ, ചോദിച്ചപ്പോഴേക്ക് ആവശ്യത്തിന് കൊടുത്താണെന്ന് എന്നെ കൊണ്ട തിന്നും. കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സ് നിറയൂ. ആരുടെ മനസ്സ്? എന്റെ. അത് നിറയണമെങ്കിലേ ഇവിടെയുള്ള അരിയും പയറൊക്കെ പുറത്തുകൊണ്ട് വീട്ട് കാശാക്കണം, എന്നാലേ എന്റെ മനസ്സ് നിറയൂ. ഓ, എന്തൊരു തീറ്റയാണ് ഈ ആർത്തി പണ്ടാരങ്ങള്. ഓ, ആരാ? അല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഒന്നുമില്ലേ? തവിങ്ങ എന്നാ വല്ലിപ്പിച്ച ഇങ്ങ് തന്നെ. ഇവിടെ ഞാൻ വിളമ്പിക്കോളാം. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ മോളെ? അത് അവിടെ കിട്ടുന്നുണ്ടല്ലോ സ്കൂളില്. അത് ശരിയാ. തുടങ്ങി. ഈ സന്തോഷം തന്നെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പുമ്പോഴും കിട്ടുന്നേ. അവര് നിങ്ങളെ പോലെ എന്റെ കൊച്ചുമക്കളാണ്. ഇത്രയും നല്ല ജോലി ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റു ജോലിക്കൊന്നും പോകാത്തെ. പഴയ കളരിയാശാനായിരുന്ന ഞാന് അന്നത്തെ അപകടത്തിന് ശേഷം ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തി പഴയതിലും ആരോഗ്യവാനായി. സത്യത്തിൽ ഈ കളരി ആശനായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ വല്യപ്പച്ച? അതോ പുളുവാണോ? ശരിക്കും അത് കൊടുക്കും വല്യപ്പച്ച. അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഇങ്ങനെ തല്ല് മേടിക്കാത്തോണ്ട് ചേട്ടായി വഷളായി പോയിന്നാ എന്റെ കൂട്ടുകാരികൾ പറയുന്നേ. ഓ പിന്നെ എന്റെ ചേട്ടാനെ തല്ലാൻ ഇപ്പൊ അപ്പച്ചനും അമ്മച്ചി ഇല്ലല്ലോ. കൊച്ചിനെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഓരോന്നിരുന്ന് പറഞ്ഞോളൂ. എനിക്ക് ഈ പഴയ സൈക്കിളിന് പകരം പുതിയ ഒരെണ്ണം വാങ്ങിത്തരോ വല്യപ്പച്ച? അല്ലെങ്കിൽ വേണ്ട, വല്യപ്പച്ചന്റെ കാശ് കളയാൻ എന്റെ ഓരോ ആഗ്രഹങ്ങളെ. കരണ്ട് പോയല്ലോ. നല്ല രണ്ട് പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് സമ്മതിക്കില്ല. ഇന്ന മക്കളെ ചായ്
ഡാഡി 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 ഫൂൾ ഡാഡി 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 അടിപൊളി പാട്ടായിരുന്നു. പിള്ളച്ചേട്ടനാണെങ്കിൽ ന്യൂസ് മാത്രമേ വെക്കത്തുള്ളൂ. ഓ, ഈ ന്യൂസ് അറിഞ്ഞിട്ട് എന്തോ കിട്ടാനാ? അല്ലേലും അങ്ങനെ ആളൊരു പഴന്തനാ. പിന്നല്ലാതെ ഞാനെങ്ങാനമായിരിക്കണം ഈ കടയുടെ ഓണർ. ആദ്യം തന്നെ ഈ കടയുടെ പഴഞ്ഞ പേരങ്ങ് മാറ്റും. ഇത് കണ്ട ഏതെങ്കിലും മനുഷ്യരുടെ ചായ കുടിക്കാൻ വരൂ? ആ, ഗോപാൽ ഫാസ്റ്റ് ഫുഡ്. കേൾക്കാൻ തന്നെ സുഖം തോന്നില്ലേ? ഇല്ലേ? ഒരു സുഖമില്ലേ? പിന്നെ ഈ കാണുന്ന കണ്ണാടി ചില്ലും ഈ ബെഞ്ചും എല്ലാം അടിച്ച് പൊളിച്ച് നല്ല മോഡേൺ ഫർണിച്ചറും നല്ല അടിപൊളി ഫാസ്റ്റ് ഫുഡും. പിന്നെ ഈ തഴുവാങ്ങുന്ന വഴി കടന്നു പോകുന്ന ടൂറിസ്റ്റുകള്, തഴുവാങ്ങുന്ന സ്കൂളിലെ കുട്ടികള്, എല്ലാം കൂടി ഒരു മേളമായിരിക്കും. അല്ലാതെ ഇത് ചുമ്മാ കുറെ ഞഞ്ഞാ പിഞ്ഞ കിളവന്മാരും കുറെ പരിപ്പോടേം ബോണ്ടേം പരിപ്പോട് 365 ദിവസം ഇത് തന്നെ. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഈ പാർട്ടിക്കാർ പോലും ഈ കട്ടൻ ചായയും പരിപ്പോടും ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇവിടെ മാത്രം ഒരു മാറ്റവും ഇല്ല. എന്താ ഗോപാല? അല്ലെ, കറണ്ട് പോയതുകൊണ്ട് ചൂട് കൂടുതലാണെന്ന് പറയുന്നത്. അടുക്കളോട് എന്നാട്ടെ. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ട് കാണും. ഇതിന് തീർച്ചയായും നിനക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. അവന് വല്ല കുലുക്കൊണ്ടോന്ന് നോക്കിക്കേ. ഞാൻ കാക്കി ഓടിക്കാറിഞ്ഞതാ. അതെ അതെ, അവൻ കാക്കയെ ഓടിക്കാൻ വേണ്ടി എറിയുന്നു. അത് കൃത്യമായി പൈലിക്കുഞ്ഞേട്ടന്റെ തലയെ തന്നെ കൊള്ളുന്നു. ഞങ്ങളെല്ലാം വെറും മണ്ടന്മാരാണെന്നാണോ അതിന്റെ വ്യാരം? സ്റ്റിച്ച് വല്ലതുണ്ടോ പൈലിക്കുഞ്ഞേട്ടാ? 4 എണ്ണം. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇതിനൊരു സമാധാനം പറയാതെ താൻ ഇനി ക്ലാസ്സിൽ കയറണ്ട. അതെ, സാരമില്ല സാറേ, പ്രശ്നമാക്കണ്ട. അല്ല, ഇവൻ എറിഞ്ഞത് കാക്കെ തന്നെയാ. അബദ്ധത്തിൽ എന്റെ തലേ വന്ന് കൊണ്ടു. അതാ നടന്നത്. അതിപ്പോ പൈലിക്കുഞ്ഞേട്ടൻ ഇങ്ങനെ പറയുമ്പോ. അല്ല സാറേ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? പോട്ടെ കാതറ സാറേ. എന്നാ പിന്നെ പൈലിക്കുഞ്ഞേട്ടൻ ചെല്ല്. ആ, പോയിക്കോടാ. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. മേലിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കരുത്. പോയിക്കോ. പാലിക്കുഞ്ഞേട്ടാ, ഞാൻ പോട്ടെ മോനെ, സാരമില്ല. റിസർവേ റിസർവ് നിന്റെ മത്സരം ടീച്ചറേ. ടീച്ചറെ എപ്പോഴാ ചെലവ്? എപ്പോ വേണമെങ്കിലും ആവാലോ. എന്തായാലും വത്സമ്മ ടീച്ചറിന്റെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഷിന് കണ്ണൂരിന്ന് മ്യൂച്വൽ ട്രാൻസ്ഫർ വാങ്ങി ഈ കുഗ്രാമത്തിലേക്ക് വരാൻ തോന്നുവോ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് ശരിയാ. അല്ല ദേവൻ സാറേ, എന്ത് കണ്ടിട്ട് അങ്ങേര് ഇടുക്കി ജില്ലയിലോട്ട് വരുന്നത്? അതും ഈ ഓണം കയറാൻ മൂലയിലോട്ട്. നമ്മളൊക്കെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കിക്കൊണ്ടിരിക്കുക. വരാൻ പോകുന്ന മാഷ് വലിയ പ്രകൃതി സ്നേഹിയും കവിയൊക്കെയാണെന്നാ കേട്ടത്. വരാൻ പോകുന്ന ആരെങ്കിലും ആവട്ടെ. 10 കൊല്ലായില്ലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. പുള്ളിക്കാരന് സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാ അകലെയാണെങ്കിലും അപ്പച്ചൻ കല്യാണത്തിന് സമ്മതിച്ച്. എന്നിട്ടോ പുള്ളിക്കാരനും പിള്ളേരും അവിടെ, ഞാനിവിടെ. ആഴ്ചയിലൊന്ന് പോവാന്ന് വെച്ചാ കുറച്ചു ദൂരം വല്ലതുമാണോ? അല്ലെ, വരാൻ പോകുന്ന മാഷ് കല്യാണം കഴിച്ചതാണോ? എന്തേ? അല്ല, വെറുതെ ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. പ്രകൃതി സ്നേഹി ആണെങ്കിലും അല്ലെങ്കിലും വരാൻ പോകുന്ന മാഷ് നല്ലൊരു മനുഷ്യ സ്നേഹിയായിരിക്കും. അതെങ്ങനെ സുജി ടീച്ചർക്ക് അറിയാം? അല്ലെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്ന് ഈ തഴുവാങ്കുന്ന് സ്കൂളിലേക്ക്, അതും ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ വത്സമ ടീച്ചറിന് വേണ്ടി ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ വാങ്ങി ആരെങ്കിലും വരൂ? എന്തായാലും ഇന്ന് ട്യൂഷൻ സാർ വരാത്തതുകൊണ്ട് ഇത്രയും നേരം കത്തിവെച്ചിരിക്കാൻ പറ്റി. നിനക്കതൊക്കെ പറയാം. ഇപ്പൊ കൊറേ ദിവസമായി. സാറിന് വേറെ എന്തൊക്കെയോ ബിസിനസ് ഉണ്ടെന്നാ കേട്ടത്. ഈ ട്യൂഷനും കൂടി ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാടാ. നിന്നോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ ഈ ട്യൂഷൻ ചേർന്നത്. നിനക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നീ നമ്മുടെ സ്കൂളിന്റെ റാങ്ക് പ്രതീക്ഷയല്ലേ മോനെ? ഓ, റാങ്ക് ഒക്കെ കിട്ടിയാ ഈ പാവം റോസ്മേരി ഓർക്കുവാവോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. സുന്ദരികളായ പെൺകുട്ടികൾ പ്രേമിക്കാൻ വന്ന ഞാൻ ചിലപ്പോ നിന്റെ കാര്യം പിന്നെ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല മോളെ, പറയാൻ പറ്റത്തില്ല. എടാ ഗ്യാസൂറ്റി, കൊല്ലുന്നില്ല ഞാൻ. നീ വേറെ പെമ്പിള്ളാരെ വായി നോക്കുന്നുണ്ടോന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
ഹ്യൂമാനിറ്റീസിലെ ആ ഉണ്ടക്കണ്ണിയില്ലേ, കണ്ണുകൊണ്ട് ഭരതനാട്യം കളിക്കുന്ന കലാമണ്ഡലം മീന. അവൾ ഇന്നാള് പറയുന്ന കേട്ടു, നീ ഭയങ്കര സുന്ദരനാണ്, സംഭവമാണെന്നൊക്കെ. അത് സത്യമല്ലേടി റോസേ? ഈ ജോസൂട്ടി ആളൊരു സുന്ദര കുട്ടപ്പൻ തന്നെയല്ലേ? പിന്നെ കണ്ടാലും മതി. ഞാൻ നോക്കിയപ്പോ 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണല്ലോ, ഒരു പാവമാണല്ലോ എന്നൊക്കെ വിചാരിച്ചാ. എന്നാ ഞാൻ ആ കലാമണ്ഡലം മീനയുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ ഗോതമ്പ് മറിയോടെങ്ങാനും നീ മിണ്ടിയ ജോസൂട്ടി മോനെ, നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. പിന്നെ ഞാനൊരു രഹസ്യം പറയാം. എനിക്കൊരു സിഐഡി ഉണ്ട് സ്കൂളില്, നിന്നെ വാച്ച് ചെയ്യാൻ. ആരാന്നറിയോ? അതാരാ? നിന്റെ ആ കാന്താരി പെങ്ങളില്ലേ അന്ന, അവള് തന്നെ. നീ ഏത് പെണ്ണുമായിട്ട് മിണ്ടിയാലും അപ്പൊ അവൾ എനിക്ക് റിപ്പോർട്ട് തരും. ഓ ദൈവമേ, ഇതുപോലൊരു പെണ്ണിനെയാണല്ലോ എനിക്ക് പ്രേമിക്കാൻ കിട്ടിയത്.